2024 ജൂൺ 25 ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം കീഴടക്കിയ ദിവസം. 41 വർഷങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് ലോകത്ത് മറ്റൊരു വെളിച്ചം വീശുന്നു. അവസാനമില്ലാത്ത കായിക ലോകത്തെ അട്ടിമറികളും അനിശ്ചിതത്വങ്ങളും തുടരും. യൂറോ കപ്പിലെ ഡെൻമാർക്കിന്റെയും ഗ്രീസിന്റെയും കിരീടധാരണം പോലെ MS ധോണിയും സംഘവും 2020 ലോകകപ്പ് ഉയർത്തിയതുപോലെ ആരും പ്രതീക്ഷിക്കാതെ വന്ന് അത്ഭുതം സൃഷ്ടിക്കുന്നവർ. കിങ്സ് ടൗണിൽ അതുപോലൊരു ചരിത്രം പിറന്നിരിക്കുന്നു. 2020 ലോകകപ്പിൽ ഒരു ജനതയുടെ പോരാട്ടവീര്യം കായിക ലോകം കണ്ണിറയെ കണ്ടിരുന്നു. ആരെയും തോൽപ്പിക്കാൻ കഴിയുന്ന ശക്തികളായി അഫ്ഗാൻ നിര മാറിക്കഴിഞ്ഞു. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും പാകിസ്ഥാനും ന്യൂസിലൻഡും അവർക്ക് മുന്നിൽ വീണവരാണ്. കഷ്ടിച്ചാണ് 2 തവണ ഇന്ത്യൻ ടീം രക്ഷപ്പെട്ടത്. ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും ഇന്ത്യയും ഉൾപ്പെടുന്ന T20 ലോകകപ്പിന്റെ സെമിയിലായി. 4-മനായി ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ന്യൂസിലൻഡും പാകിസ്ഥാനുമില്ല. പ്രതാപശാലികൾ വഴിയിൽ വീണുപോയി. സെമിയിലെത്തിയ അഫ്ഗാൻ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 2010 മുതൽ ലോകവേദികളിൽ പോരാട്ടത്തിന് വരുന്നു. ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഏകദിനത്തിലും ടെസ്റ്റിലും ടീമുകളായി. പക്ഷേ ഒരിക്കൽ അവരുടെ ഭാവി ചോദ്യം ചെയ്യപ്പെട്ടു. ക്രീസിനും സ്റ്റേഡിയത്തിനും പുറത്ത് അഫ്ഗാൻ ക്രിക്കറ്റ് വെല്ലുവിളി നേരിട്ടു. അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ദിനങ്ങൾ. രാജ്യം വിട്ടോടുന്നവരുടെ കാഴ്ച ദയനീയമായി. എങ്ങും അപകടത്തിന്റെ നേർക്കാഴ്ചകൾ. സ്വാതന്ത്ര്യത്തിന്റെ ചിറകരിയപ്പെട്ടു. താലിബാൻ അധിനിവേശം കായിക മേഖലയിലേക്കും കടന്നെത്തി. കായിക ലോകത്ത് അഫ്ഗാൻ പുരുഷ ടീം മാത്രമായി ചുരുങ്ങി. പരിമിതികൾ അവരുടെ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകർന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയുമുള്ള ഗ്രൂപ്പിൽ നിന്ന് സെമിയിലേക്ക്. അവിടെ കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. മത്സരഫലം എന്തായാലും ആരാധക ഹൃദയങ്ങളിൽ അഫ്ഗാൻ ജയിച്ചു കഴിഞ്ഞു. ഇനി 3 മത്സരങ്ങളുടെ ദൂരം മാത്രം. കുട്ടി ക്രിക്കറ്റിന്റെ കനകകിരീടം ആര് ഉയർത്തുമെന്നറിയാൻ ഇനി 5 ദിവസങ്ങൾ.